ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഗ്ലാസ്ഗോയിലോട്ടേക്കുള്ളൊരു കംപ്ലീറ്റ് ട്രാവലാണ് ഫ്രം കാലിക്കറ്റ്. അപ്പോൾ രാവിലെ 6 മണിയായി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്താ പറയുക, 3 ലഗേജ് ബോക്സസ് ഉണ്ടായിരുന്നു. ചന്ദമാമനും അമ്മായിയുമാണ് കൂട്ടാൻ വേണ്ടി വരുന്നത്. സോ അവരെയും വെയിറ്റ് ചെയ്ത് ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ വെയിറ്റിംഗ് ഏരിയയിൽ കാത്തിരിക്കുകയാണ്. പൊതുവേ ഗുഡ് ബൈസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്, എന്താ പറയുക, ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ പ്രാവശ്യം അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഭയങ്കര ഈസി ആയിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന കാരണം. അങ്ങനെ താഴെ എത്തി പെട്ടിയൊക്കെ എടുത്ത് വയ്ക്കുമ്പോഴത്തേക്കും തന്നെ ചന്ദമാമനും അമ്മായിയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനി അടുത്തത് നമുക്ക് കാറിലോട്ട് ബോക്സസ് ഒക്കെ കയറ്റണം. അങ്ങനെ ഇവരോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മുടെ യാത്ര തുടങ്ങി. അങ്ങനെ ഒരു 5-5.5 മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ നെടുമ്പാശ്ശേരി എത്തി. നെടുമ്പാശ്ശേരി നമ്മൾ ആദ്യം തന്നെ പോയത് വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് പിന്നെ നേരെ പോയത് തൃപ്പൂണിത്തറയ്ക്കാണ്, പ്രസന്നാങ്കളുടെയും നീതു ചേച്ചീൻ്റെയും വീട്ടിലേക്ക്. അവിടെ ചെന്ന് പിള്ളേരൊക്കെ കണ്ട് അവരോടൊക്കെ ഒരു യാത്ര പറയാമെന്ന് വിചാരിച്ചു. ഞാൻ എത്തിയപ്പം അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ യൂഷ്വലി പോയി കഴിഞ്ഞാൽ അവിടെയാണല്ലോ താമസിക്കുന്നത്. സോ അവർ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും ചോക്ലേറ്റൊക്കെ കൊടുത്തു. ഓ, ഇവിടെ ഇരിക്കണോ? അങ്ങനെ ഞാൻ ഇവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങി. അതിനുശേഷം പോകുന്ന വഴി ഞങ്ങൾ ദിവാൻസ് ദർബാറിലും കാക്കനാടും ഒക്കെ പോയായിരുന്നു. അവിടെ ചെന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. രാത്രി ഭക്ഷണത്തിന് പാലപ്പവും ചെമ്മീൻ റോസ്റ്റും ഫിഷ് മസാലയും ഒക്കെയാണ് കഴിച്ചിട്ടുണ്ടായത്. എനിക്ക് പണ്ടേ ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് റെക്കമെൻഡ് ചെയ്ത് ഞങ്ങൾ ഇവിടെ വരുന്നത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് 6 o'clock എനിക്ക് ചെക്ക് ഇൻ. അത് കാരണം ഞങ്ങൾ നേരെ റൂമിൽ പോയി ഉറങ്ങി. പിറ്റേന്ന് രാവിലെ തന്നെ ഞങ്ങൾ നേരത്തെ എഴുന്നേറ്റ് ചെക്കൗട്ടൊക്കെ ചെയ്ത് ഞങ്ങൾ നേരെ പോകുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടിലോട്ടാണ്. അവിടെ ചെന്ന് വെയിറ്റൊക്കെ ഒന്ന് നോക്കി ഞങ്ങൾക്ക് ചെക്ക് ഇൻ ചെയ്യാനുണ്ടായിരുന്നു. ഞങ്ങളവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഫ്ലൈറ്റ് ഒരു 1/2 hour ഡിലേ ഉണ്ടായിരുന്നു. ഒപ്പം എന്താ പറയുക, ഞങ്ങൾ നോക്കിയപ്പം വെയിറ്റ് എല്ലാം കറക്റ്റും ആയിരുന്നു. അങ്ങനെ ആ ഒരു സമാധാനത്തിൽ ഞങ്ങൾ നേരത്തെ തന്നെ എയർപോർട്ടിൽ എത്തിയത് കാരണം ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോയി. ചെക്കിനും ഇമിഗ്രേഷനും എല്ലാം വളരെ സ്മൂത്തായിട്ട് തന്നെ കഴിഞ്ഞു. ഇമിഗ്രേഷൻ ഓഫീസർ ആകെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായത് എങ്ങനെയാണ് ഈ വിസ അപ്ലൈ ചെയ്യാന്നുള്ള ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഇടിയപ്പവും മുട്ട റോസ്റ്റും ആയിരുന്നു എയർപോർട്ടിൽ നിന്ന് തന്നെ. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ അത്യാവശ്യം നല്ല വയറ് ഫുള്ളായിട്ട് കഴിച്ചിട്ടും ഉണ്ടായിരുന്നു. അതിനുശേഷം എനിക്കൊരു 2 മണിക്കൂർ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഫ്ലൈറ്റിൽ കയറിയ പിന്നെ കുറേ ദൂരം നടക്കാനുണ്ടായിരുന്നു. ബിക്കോസ് ഫസ്റ്റ് ക്ലാസ്, ബിസിനസ് ക്ലാസ്, പ്രീമിയം എക്കണോമി അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടായിരുന്നു എക്കണോമിക് ക്ലാസ് വന്നിട്ടുണ്ടായത്. അങ്ങനെ ഞാൻ ഫൈനലി എൻ്റെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് എത്തി. കയറി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഒരു ഹെഡ്സെറ്റ്, പില്ലോ, പിന്നെ ബ്ലാങ്കറ്റ് ഇതെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. കൊച്ചി ടു ദുബായ് റൂട്ടായത് കാരണം എല്ലാം മലയാളീസ് തന്നെയായിരുന്നു. വളരെ കുറവേ ബാക്കി നാഷണാലിറ്റീസ് ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പിന്നെ ഞാൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമൊക്കെ ഒന്ന് വർക്ക് ചെയ്യിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ നെയിൽസ് ഉള്ളത് കാരണം അത് അത്ര നന്നായി വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. Hello and welcome on board your Emirates flight today. ഫ്ലൈറ്റിന് ടേക്ക് ഓഫ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മെനു കാർഡ് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. ലഞ്ചിന് എന്തൊക്കെയാണ്, എപ്പറ്റൈസർ എന്താണ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഉള്ളൊരു കാർഡായിരുന്നു. അതിന് ശേഷമാണ് ഞങ്ങൾക്ക് ലഞ്ച് കിട്ടിയിട്ടുണ്ടായത്. ഞാൻ ചൂസ് ചെയ്തത് മുറുഗ് വിത്ത് റൈസ് ആയിരുന്നു, ജീര റൈസ് ആയിരുന്നു. ഇതിൻ്റെ അകത്ത് പിന്നെ കള്ളിനറി ഐറ്റംസ് ഉണ്ട്, നട്ട്സ് ഉണ്ടായിരുന്നു, സേവറി മിക്സ് ഉണ്ടായിരുന്നു, പിന്നെ ബട്ടർ ഉണ്ട്, പിന്നെ ഡെസേർട്ടായിട്ട് ഉണ്ടായത് റാസ് മധുരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡെസേർട്ടായിരുന്നു. നമ്മുടെ രസ്മലായി പോലുള്ളൊരു വേറെ ഡെസേർട്ട്, പിന്നെ സാലഡ് പോലെ ഉണ്ടായിരുന്നത് പിന്നെ ചെറുപയർ കൊണ്ടുള്ളൊരു സാധനമായിരുന്നു. അത് അത്ര ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, ബട്ടർ ഉണ്ടായിരുന്നു, പിന്നെ അച്ചാറായിട്ട് മാംഗോ പിക്കിളായിരുന്നു തന്നിട്ടുണ്ടായത്. മാംഗോ തൊക്ക് എന്നായിരുന്നു അതിൽ എഴുതിയിട്ടുണ്ടായത്. പക്ഷെ അത് മാത്രമായിരുന്നു ഒരു എരിവുള്ളൊരു സാധനം ഉണ്ടായിരുന്നത്. അത് കാരണം ചോറിന് കൂട്ടാൻ നല്ലതായിരുന്നു. പിന്നെ ഒരു റിഫ്രഷിങ് ടവലും പിന്നെ മൗത്ത് ഫ്രഷ്നറും കൂടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഒപ്പം ഉണ്ടായിരുന്നത് ജീര റൈസും ബട്ടർ ചിക്കനും കൂടിയായിരുന്നു. ഒരു 3.5-4 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞാൻ എത്തിയത് ദുബായിലായിരുന്നു. ദുബായിൽ നിന്ന് പിന്നെ നേരെ തന്നെ കണക്റ്റിംഗ് ഫ്ലൈറ്റ് പിടിക്കണമായിരുന്നു. അതിൻ്റെ ഗേറ്റിലോട്ടേക്കാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. നടത്തവും ഓട്ടത്തിനും ശേഷമാണ് ഞാൻ ഗേറ്റിലെത്തിയത്. അപ്പം തന്നെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നേരെ ഫ്ലൈറ്റിലോട്ടേക്ക് ഓടിക്കയറി. ഒരു നീണ്ട യാത്രയായിരുന്നു, 7 മണിക്കൂർ എഡിൻബർഗിലോട്ട്. ഇതും സെയിം എമിറേറ്റ്സ് തന്നെയാണെങ്കിലും ഇതിന് നല്ല ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും ഒരുപാട് സിനിമകളും പ്രേമലു വരെ ഉണ്ടായിരുന്നു. പിന്നെ അർജിത് സിംഗിൻ്റെ പാട്ടുകളും എല്ലാതും ഒരു അപ്ഗ്രേഡ് ചെയ്തൊരു ഫീലിംഗ് ആയിരുന്നു ഇവിടെ ഉണ്ടായത്. ഈ വിമാനത്തിൽ ഇന്ത്യൻസ് വളരെ കുറവായിരുന്നു, ബിക്കോസ് ഇത് ദുബായ് ടു എഡിൻബർഗ് ആയത് കാരണം. വിമാനത്തിൽ തന്നെ നമുക്ക് എന്താ പറയുക പലതരം ക്യാമറാസ് ഉണ്ടായിരുന്നു. ലൈക്ക് ഫ്രണ്ട് വ്യൂ,
ഡൗൺ വ്യൂ, അപ്പ് വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് വിമാനത്തിൻ്റെ അകത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് പുറത്ത് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞപ്പം പിന്നെ കംപ്ലീറ്റ്ലി ക്ലൗഡ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുവരെ ഞാൻ ഇതൊക്കെ നോക്കി ഇരുന്നു. ഓഫ് കഴിഞ്ഞ ഉടനെ തന്നെ ഭക്ഷണം കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ക്രഞ്ചി കോൺ നിബിൾസ് ഉണ്ടായിരുന്നു, ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, പിന്നെ ചീസ് ഉണ്ടായിരുന്നു, ബട്ടർ, ചോക്ലേറ്റ്, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. സാലഡായിട്ട് എന്തോ ഒരു ബ്രക്ലിയോ എന്തൊക്കെയോ ഉള്ളൊരു സാധനം തന്നിട്ടുണ്ടായത്. ഡെസേർട്ട് ആയിരുന്നു അടിപൊളി. ബിക്കോസ് ക്രീം വിത്ത് ഹേസൽനട്ട് ആൻഡ് സ്ട്രോബെറി ആയിരുന്നു. അതിൽ സ്ട്രോബെറി നല്ല രസമുണ്ടായിരുന്നു. മെയിൻ കോഴ്സിന് കിട്ടിയിട്ടുണ്ടായിരുന്നത് മുറുകു വിത്ത് മേത്തിയും പ്ലെയിൻ റൈസും ആയിരുന്നു. പിന്നീട് പാട്ടൊക്കെ കേട്ടിരുന്നു. പിന്നെ അതിന് ശേഷം കുറച്ചു നേരം ഉറങ്ങി. ഒരു 4 hours അടുത്ത് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്കത്തുനിന്ന് എണീച്ചപ്പോൾ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. ഓൾസോ പിന്നെ ഒരു ലാസ്റ്റ് 1 hour കൂടിയായിരുന്നു നമുക്ക് ഇറങ്ങാൻ ടൈമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ലാൻഡിങ്ങും കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടായിരുന്നു. ആക്ച്വലി എഡിൻബർഗ് എയർപോർട്ട് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു എയർപോർട്ടാണ്. നമുക്ക് കുറേ സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനും ഒക്കെ ഉണ്ടായിരുന്നു. ഇമിഗ്രേഷൻ പ്രോസസ്സൊക്കെ വളരെ സിമ്പിളായിരുന്നു. പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നും ചോദിച്ചില്ല. ജസ്റ്റ് ഇൻഡെക്സ് ഫിംഗറും തം ഫിംഗറും മാത്രമേ ചോദിച്ചുള്ളൂ. അത് കാരണം ഭയങ്കര സ്മൂത്തായിട്ട് പെട്ടെന്ന് തന്നെ കഴിഞ്ഞ് ഞാൻ പുറത്തോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പുറത്തിറങ്ങിയപ്പോൾ പിന്നെ അതുൽകുമാറും ഫ്രണ്ട്സൊക്കെ വരാൻ വേണ്ടി ഇത്തിരി ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാം വന്ന് പിക്ക് ചെയ്തു. അതിന് ശേഷം പിന്നെ ഒരു കംപ്ലീറ്റ് 1 hour ഡ്രൈവ് ഉണ്ടായിരുന്നു ബൈ റോഡ് നമുക്ക് ഗ്ലാസ്ഗോ എത്താൻ വേണ്ടിയിട്ട് എഡിൻബർഗിൽ നിന്ന്. അങ്ങനെ സുന്ദരമായ കാഴ്ചകളും കണ്ട് ഞങ്ങൾ ഗ്ലാസ്ഗോയിൽ എത്തി. ഗ്ലാസ്ഗോ തന്നെയുള്ള ടേസ്റ്റ് ഓഫ് ചെന്നൈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ വന്നിട്ടുണ്ടായത്. അവിടെ നിന്ന് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായത് പ്രോൺസ് മോലിയും
ചിക്കൻ ടിക്ക കറിയും കൂടിയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് വിത്ത് പൊറോട്ട. അതിൽ പ്രോൺസ് മോലി എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഗ്രേവി ആയിരുന്നു ഏറ്റവും കൂടുതലുള്ള ഹൈലൈറ്റ്. അതിനുശേഷം പിന്നെ ഞങ്ങൾ പമ്പിലോട്ടേക്ക് വന്നു. ഇവരിവിടെയാണ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വന്ന് സിം കാർഡൊക്കെ എടുത്ത് ഞങ്ങൾ വീട്ടിലോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇനിയുള്ള ഗ്ലാസ്ഗോ വീഡിയോസിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ പ്രസ് ചെയ്യുക.